വണ്ടി വിട്ടു. ചന്ദ്രേട്ടനൊന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും കിട്ടാറില്ല. പറഞ്ഞിട്ട് കാര്യമല്ല, കണിമംഗലം ഗ്രൂപ്പിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ചന്ദ്രേട്ടനല്ലേ. ഗൗതമിന്റെ കാര്യവും അതെ. കമ്പനിയിൽ വരുന്ന വിദേശ പ്രതിനിധികളെയൊക്കെ അവനെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. കൽപ്പന കേട്ടില്ലേ? ആ കേട്ടു കേട്ടു. സത്യം പറഞ്ഞാലേ ഇതൊക്കെ ആ സാറാ മേഡത്തിന്റെ വരവുണ്ടാ. അവരെ കാണുന്നത് പോലെയൊന്നും അല്ല കൽപ്പനെ. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ബിസിനസ്സുകളുണ്ടത്രേ. ചന്ദ്രേട്ടൻ ഓരോന്ന് പറയുമ്പോ ഞാൻ ഞെട്ടിപ്പോവാ. നമ്മള് പെണ്ണുങ്ങളല്ലേ, നമ്മളെ കൊണ്ട് ഇതൊക്കെ നടത്തിയെടുക്കാൻ പറ്റുമോ? ചന്ദ്രേട്ടനോട് ചോദിച്ചിട്ട് സാറാമ്മയുടെ വിദേശത്ത് പോകുമ്പോ ഞാനും കൂടെ അങ്ങ് പോവും. എല്ലാ കാലത്തും ഈ നശിച്ച നാട് കണ്ടിട്ട് എന്തിനാ? കാശുകാരായ കാശുകാരെ പോലെ ജീവിക്കാനും അറിയണം. എനിക്കെങ്ങനെ പോകേണ്ടി വന്നാ കണിമംഗലത്തെ കാര്യങ്ങൾക്ക് നോക്കിക്കോണേ കൽപ്പനെ. ആ AC ഒന്ന് കൂട്ടിയിട്. എന്തൊരു ചൂടാ ഇത്. AC ഫുള്ളാണ് മാഡം. എന്നാ താൻ ഇതൊന്നും കൊണ്ട് നന്നാക്ക്. ഒരു ഉപയോഗവും ഇല്ല. വണ്ടി നിർത്തേ. എടോ വണ്ടി നിർത്താൻ. നിർത്തും. എന്താ കൽപ്പനെ? ചെറിയമ്മ നോക്കേ, രണ്ടുപേര് കൈകോർത്ത് പിടിച്ചടക്കുന്ന കണ്ടില്ലേ? നിനക്കിത് എന്തിന്റെ കേടാ? വഴിവക്കിലേ ഇങ്ങനൊക്കെ പലതും കാണും. നിന്റെ ഈ വായ്നോട്ട് ഇതുവരെ അവസാനിച്ചില്ലേ? ഇതേ ഞാൻ കാണേണ്ട കാഴ്ചയല്ല, ചെറിയമ്മ കാണേണ്ട കാഴ്ച. ദേ അങ്ങോട്ടൊന്ന് നോക്കേ. ദേ അവിടെ. ദേ ചെറിയച്ഛൻ. ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നേ? ഓരോന്നിനെ കെട്ടിയെടുത്തോണ്ട് വന്നോളൂ. മാഡം, ഇന്നത്തെ ലൊക്കേഷൻ റെന്റ് കൊടുക്കണമായിരുന്നു. ക്യാഷ് റോഡെന്ന് പറഞ്ഞാൽ നേരം വെളുത്ത തുടങ്ങും കാശെന്നും പറഞ്ഞു. തനിക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലേ? അല്ല മാഡം. ഒന്ന് പോടോ മുമ്പിന്ന്. പോയ സ്ഥലത്ത് നിന്ന് പണി വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിലോട്ട് അതാവാ. ആകെ നാണക്കേടായി അല്ലേ മുത്തശ്ശി? വീട്ടിലുള്ളവരെ മാത്രല്ല, നാട്ടുകാരെയും കൂടെ അവള് കയ്യിലെടുത്ത് വെച്ചിരിക്കാം. ഇതെന്താടി ഇവക്ക് ഇത്ര മഹത്വം? കാണുന്നവരെ ഒട്ടിപ്പിടിച്ചോളൂ. അതിനല്ലേ അച്ഛൻ പറയുന്നേ, ദൈവാനുഗ്രഹം. ദൈവം തമ്പുരാൻ തൊട്ട കുഞ്ഞ് തേങ്ങ കൊല. മുത്തശ്ശി, ഇന്ന് നമ്മൾ നാണം കെട്ടതിന് പകരം വീട്ടിയെ പറ്റൂ. പണ്ടത്തെ പ്രിയങ്കയും സുകുമാരി അല്ല അവിടെ നാണം കെട്ടത്. കോടീശ്വരികളായ പ്രിയങ്കയും സുകുമാരിയാ. അതിന് വേണ്ടത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. ഈ സിനിമ പിടുത്തം നമുക്ക് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അവളെയും തീർക്കുക എന്നുള്ളതാ. അതിനൊരു മാർഗം കണ്ടെത്തണം. എടുക്കു കുട്ടി, എന്താ അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാലോ. സ്പീക്കറിലിട്. ഹലോ സർ. ഓള് നല്ല പണിയാ കാണിച്ചത്. എന്തൊറ്റി? ഞാൻ മോളുടെ കയ്യിൽ നിന്നും ഫുഡ് വാങ്ങിച്ച ട്രഷറിയിലേക്ക് പോയില്ലേ? ഇവിടെ ഞങ്ങളെല്ലാരും ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്നാ കഴിക്കുന്നേ. ഇരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഭക്ഷണം എടുത്ത് നിവർത്തിയപ്പോ എല്ലാവരും അതിൽ കൈയിട്ട് വാരി. ഇപ്പോ ഓഫീസിൽ വലിയ പ്രശ്നം നടക്കുക. സർ, എന്തൊറ്റി? ഫുഡ് മോശമായിരുന്നോ? മോശോ? എന്റെ പൊന്നു മോളെ, കൈയിട്ട് വാരിയവരൊക്കെ പിന്നെ അതിനുവേണ്ടി അടിയും പിടിയുമായിരുന്നു.
അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫീസിന്റെ ഉമ്മറത്ത് കിട്ടുന്ന പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നത് ഇവർക്ക് ശീലമായി. ഓരോ കറികളും അസ്സലായിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം നല്ലൊരു ഭക്ഷണം കഴിച്ചുവെന്നാ എല്ലാവരും പറയുന്നത്. അത് കേട്ടപ്പോ മോളെ വിളിച്ചൊന്ന് പറയണമെന്ന് തോന്നി. കേട്ടില്ലേ? താങ്ക് യു സർ. പക്ഷെ അതിന്റെ പുറകിൽ വേറൊരു അപകടമുണ്ട് കേട്ടോ. അതിനാണ് ഞാൻ ഇപ്പോൾ പ്രധാനമായും വിളിച്ചത്. അല്ല സർ, എന്താ അത്? തൽക്കാലം നാളെ എനിക്ക് ഭക്ഷണം തരുന്ന കൂട്ടത്തിൽ ഒരു 10 പൊതി കൂടി വേണ്ടിവരും. അതിനുള്ള ആവശ്യക്കാരിവിടെ ഉണ്ട്. ബുദ്ധിമുട്ടാവോ? അയ്യോ, ഒരു ബുദ്ധിമുട്ടില്ല സർ, ഞാൻ ഉണ്ടാക്കി തന്നോളാം. അച്ഛൻ അടുത്തുണ്ടോ? മോൾ ആ ഫോൺ ഒന്ന് കൊടുത്തേ. ആ, സാറ് പറയുന്ന അച്ഛനും കേൾക്കുന്നുണ്ട്. സാറ് പറഞ്ഞോളൂ. തിരുമേനി, ഇതൊരു നല്ല സംരംഭമാണ് കേട്ടോ. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കടയിൽ ഉണ്ടാക്കുന്നത് വാങ്ങി കഴിച്ച് കഴിച്ച് മനസ്സും ശരീരവും ഒരുപോലെ കേടായി കിടക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ തനതായ രുചിയുമായിട്ട് ഒരാൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമാണ്. രാധിക മോളെ കൊണ്ടാവുമെങ്കിൽ ഇത് കൊള്ളാവുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റാൻ ആ കുട്ടിയോടൊന്ന് പറഞ്ഞോളൂ. എല്ലാം ഗംഭീരമാവും. നന്ദിയുണ്ട് സുരേന്ദ്ര. സത്യം പറഞ്ഞ മോൾ ഇവിടെ നല്ല ടെൻഷനിലായിരുന്നു. ഉണ്ടാക്കിയ ഭക്ഷണം ആളുകൾക്ക് ഇഷ്ടപ്പെടുമോന്ന് ചിന്തിച്ച്.